ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നത് പിഗ്മെന്റ്സ്, കരോട്ടിനോട് പിഗ്മെന്റ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, കരോട്ടിൻസ് ആൻഡ് സാന്തോഫിൽ. ഇത് ബീറ്റ കരോട്ടിൻ ആണ്. ഇതാണ് നമ്മൾ സാധാരണ ക്യാരറ്റിലുള്ളത്. ആ ക്യാരറ്റ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കരോട്ടിൻ കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി ഉണ്ടാവും. ആന്റി ഓക്സിഡന്റ് വെച്ചാൽ നല്ല റെസിസ്റ്റന്റ് കപ്പാസിറ്റി ഉണ്ടാവും. നമുക്ക് ഒരു സ്ട്രെസ് വരികയാണെങ്കിൽ, അല്ലെ, നമുക്കൊരു സ്ട്രെസ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അതിനെ അതിജീവിക്കുന്നത് ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ്. ഒരു പ്ലാന്റ് ഡ്രൈ സിറ്റുവേഷനിൽ വളരുന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിന് ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി ഉണ്ട് എന്നാണ് നമ്മുടെ അനുമാനം. അപ്പോൾ അതിന്റെ അർത്ഥം നമ്മൾക്ക് ക്യാരറ്റ് കഴിച്ചാൽ കിട്ടുന്നത് ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റിയാണ്. അപ്പൊ ആ ആന്റി ഓക്സിഡന്റ് കിട്ടും നമ്മൾ ക്യാരറ്റ് കഴിക്കുമ്പോൾ. സോ that particular antioxidant property has been introduced by the presence of this particular beta carotene. Okay. Now, two functions of carotenoid. Carotenoidsന്റെ രണ്ട് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്താണ്? ഒന്ന്, which protect chlorophylls from excess light. ഒന്ന്, ക്ലോറോഫിൽ എക്സസ് ലൈറ്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. സെക്കൻഡ് വൺ, ഓക്സിഡേഷൻ ബൈ ഓക്സിജൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ്. സെക്കൻഡ് വൺ, ഓക്സിഡേഷൻ ബൈ ഓക്സിജൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ പറയുന്ന കരോട്ടിനോഡ് സഹായിക്കുന്നു. ടുഗദർ വിത്ത് ക്ലോറോഫിൽ, ഇത് കൂടാതെ ക്ലോറോഫില്ലുമായി ചേർന്നുകൊണ്ട് അബ്സോർബ് മച്ച് ഓഫ് ദ വിസിബിൾ സ്പെക്ട്രം. അപ്പൊ അതുകൂടാതെ ഈ പറയുന്ന ഒരു കുടുംബശ്രീ ബന്ധം പോലെ ഒന്നിച്ചു നിന്നുകൊണ്ട് ക്ലോറോഫിലിന്റെ കൂടെ തന്നെ കരോട്ടിനോട് ചേർന്ന് നിന്ന് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നിന്ന്. Then now we are going to discuss the most important topic, that is light reaction. നമുക്കറിയാം, നമ്മൾ നോർമലി ഫോട്ടോസിന്തസിസിൽ പണ്ടേ നമ്മൾ പഠിച്ചു വന്ന സാധനമാണ്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ തന്നെ ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ എന്നൊക്കെ പറയും. ഇപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോസസ് നടക്കാനുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ഓക്കെ, ആ ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. നൗ, എന്താണ് ലൈറ്റ് റിയാക്ഷൻ? ലൈറ്റ് റിയാക്ഷൻ ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിലെ ഫസ്റ്റ് സ്റ്റേജ് ആണിത്. ഇവിടെ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, വാട്ടർ ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു 2H+, രണ്ട് പ്രോട്ടോണും, ആൻഡ് half O2 വിത്ത് ദ റിലീസ് ഓഫ് ഇലക്ട്രോൺ. Water is broken down into 2 proton or 2H+ ion and half O2 with the release of electron. This help in synthesis of assimilatory powers such as NADP2 and ATP. This help in synthesis of, അപ്പം യഥാർത്ഥത്തിൽ ലൈറ്റ് റിയാക്ഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, എന്തിനാണ് ലൈറ്റ് റിയാക്ഷൻ എന്ന് ഒറ്റയടിക്ക് ചോദിച്ചു നമ്മൾ പറയണം, ലൈറ്റ് റിയാക്ഷൻ ഫോർ ദ സിന്തസിസ് ഓഫ് ATP and NADPH2. അപ്പൊ ഈ H2, ഈ പറയുന്ന H+ ഇങ്ങോട്ട് കൂടി ചേർന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിന് NADPH2 എന്നാ പറയാം. അത് ലാസ്റ്റ് പ്രോസസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തരും. അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഫോട്ടോസിന്തസിസിന്റെ രണ്ട് സ്റ്റേജ് ഉണ്ട്. ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ലൈറ്റ് റിയാക്ഷൻ ആണ്. എന്തിനാണ് ലൈറ്റ് റിയാക്ഷൻ ഉണ്ടാവുന്നത്? ലൈറ്റ് റിയാക്ഷൻ ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻ നടക്കാനുള്ള എനർജി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ലൈറ്റ് റിയാക്ഷന്റെ റിസൾട്ട്? Light reaction will produce the most important energy component like ATP and NADPH2. നമ്മളതിനെ പറയുന്നതിന് ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ഫോട്ടോസിന്തസിസ് ആണ്. സോ the NADPH2 and ATP are the two important driving force which will drive dark reaction. ഇനി ഡാർക്ക് റിയാക്ഷൻ റിസൾട്ടോ, ഡാർക്ക് റിയാക്ഷൻ will produce starch or carbohydrate or sugar. അപ്പൊ യഥാർത്ഥത്തിൽ ഷുഗർ ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്ന എനർജി എവിടെ നിന്നാണ്? ഈ പറയുന്ന ലൈറ്റ് റിയാക്ഷനിൽ നിന്നാണ്. എന്താണ് എനർജി? ATPയും NADPH2 കൂടിയാണ്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ ഗ്രാനോ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ലൈറ്റ് റിയാക്ഷൻ നമുക്കറിയാം, ക്ലോറോപ്ലാസ്റ്റ് വളരെ വിശദമായി നമ്മൾ പഠിച്ച ആൾക്കാരാണ്. ക്ലോറോപ്ലാസ്റ്റിന് രണ്ട് പ്രധാനപ്പെട്ട ആളുകളുണ്ട്, ഒന്ന് ഗ്രാനയുമാണ്, മറ്റൊന്ന് സ്ട്രോമയുമാണ്. ഗ്രാനയിൽ വെച്ചാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. അങ്ങനെ ലൈറ്റ് റിയാക്ഷൻ ഗ്രാനയിൽ വെച്ച് നടന്നു കഴിഞ്ഞാൽ we will get the most important products like ATP as well as NADPH2. Now, the light reaction is the faster than dark reaction. Light reaction എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ്. It occurs only in presence of light. Another important point, it occurs only in the presence of light. Light reaction is called a primary photochemical reaction. It drive by light. നമ്മൾ ഇതിന് ഒരു പേര് കൂടിയും പറയും. This is called a primary photochemical reaction which is driven by light. ലൈറ്റ് കൊണ്ട്
ഡ്രൈവ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ്. ദിസ് ഇസ് ആൾസോ കോൾഡ് ഹീൽ റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷൻ വേറൊരു പേര് കൂടി ഉണ്ട്, ഹീൽ റിയാക്ഷൻ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് റൈറ്റ് ആൻ അക്കൗണ്ട് ഓൺ ഹീൽ റിയാക്ഷൻ എന്നായിരിക്കും. എന്താണ് ഹീൽ? ഹീൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫിസിയോളജിസ്റ്റ് ആണ്. ഹീൽ 1937 proved that isolated chlorophyll released oxygen from water in the presence of light and a suitable hydrogen acceptor. ഹില്ല് പറഞ്ഞ കാര്യം എത്രയേ ഉള്ളൂ. 1937 ഈ ഐസൊലേറ്റഡ് ക്ലോറോഫിൽ ഇയാള് ഐസൊലേറ്റ് ചെയ്തു. ആൻഡ് റിലീസ് ഓക്സിജൻ. എന്നിട്ട് എന്ത് ചെയ്തു? ഹി റിലീസ്ഡ് ഓക്സിജൻ. അതിൽ നിന്ന് ഓക്സിജൻ റിലീസ് ചെയ്തു. ഫ്രം വാട്ടർ. എങ്ങനെ? വാട്ടറിൽ നിന്നാണ്. ഈ പറയുന്ന H2O നിന്ന് H+ റിലീസ് ചെയ്തു, അതേപോലെ ഓക്സിജൻ റിലീസ് ചെയ്തു ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. അപ്പൊ ലൈറ്റിന്റെ സാന്നിധ്യത്തിൽ വെള്ളത്തിൽ നിന്ന് ഓക്സിജനും പ്രോട്ടോണും റിലീസ് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് ഹിൽ റിയാക്ഷൻ. ആൻഡ് ഇത് കൂടാതെ ഒരു സ്യൂട്ടബിൾ ഹൈഡ്രജൻ ആക്സെപ്റ്റർ കൂടി അത് റിലീസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഹൈഡ്രജൻ ആക്സെപ്റ്റർ വിൽ ടെൽ ലേറ്റർ. ഓക്കെ, ആരാണ് ഹൈഡ്രജൻ ആക്സെപ്റ്റർ? നമ്മൾ പറയും ഹൈഡ്രജൻ ആക്സെപ്റ്റർ ആരുമല്ല, NADP ആണ്. ഓക്കെ. Then there are some photosynthetic pigment system in the thylakoid membrane. അപ്പൊ നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ തൈലക്കോയിഡ് ഉണ്ട് അല്ലെ? അതിന് നമ്മൾ പറയുന്നത് ഗ്രാന എന്നാണ്. ആ ഗ്രാനന്റെ ഉള്ളിലാണ് ഈ തൈലക്കോയിഡ് ഉള്ളത്. ഓരോന്നും കൂടി ചേർന്നിട്ടാണ് ഗ്രാന ഉണ്ടാവുന്നത്. അപ്പൊ ഗ്രാനന്റെ ഉള്ളിലുള്ള ഒരു യൂണിറ്റ് ആണ് തൈലക്കോയിഡ്. അപ്പൊ there are some photosynthetic pigment system in the thylakoid membrane. അപ്പൊ ഗ്രാനന്റെ ഉള്ളില് തൈലക്കോയിഡ് എന്ന് പറയുന്ന ഒരു കോയിൻ വെച്ച സ്ട്രക്ചറിന്റെ ഉള്ളിൽ എന്തുണ്ട്? പിഗ്മെന്റ് സിസ്റ്റം ഉണ്ട്. ഗ്രാനോ പെർഫോം ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ. എന്തിനാണ് അത്? ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി. ദേ ആർ കോൾഡ് ഫോട്ടോസിസ്റ്റം. That is very. What is photosystem? Photosystems are the specialized structure which is present in the thylakoid membrane, which will lead photochemical reaction. That is called a photosystem. Chlorophyll in this photosystem differ in their absorptions of light. അപ്പോൾ ഈ പറയുന്ന ഫോട്ടോസിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള ക്ലോറോഫിൽ അതിന്റെ പ്രത്യേകത that will be differ in with regard to the absorptions of light. ലൈറ്റിന്റെ അബ്സോർബൻസ് അതിൽ വളരെ വ്യത്യസ്തമായിട്ടാണ്. പല രീതിയിലാണ് അബ്സോർബ് ചെയ്യുക. That we will see. ഫോട്ടോസിസ്റ്റംസ് ആർ ഓഫ് 2 type. അങ്ങനെ 2 ഫോട്ടോസിസ്റ്റംസ് ഉണ്ട് കേട്ടോ. ഒരു ഫോട്ടോസിസ്റ്റത്തിന്റെ പേര് ഫോട്ടോസിസ്റ്റം 1 എന്നും മറ്റൊന്ന് ഫോട്ടോസിസ്റ്റം 2 എന്നുമാണ്. There are 2 important photosystem. എന്താണ് ഒരു ഫോട്ടോസിസ്റ്റം എന്ന് പറയുന്നത്? ഇത് എവിടെ ഈ കഥകളൊക്കെ നടക്കുന്നത്? ഇത് നമുക്കറിയാം തൈലക്കോയിഡിന്റെ മെംബ്രെയിന്റെ ഉള്ളിലുള്ള സാധനങ്ങളാണ്. തൈലക്കോയിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ മനസ്സിലുണ്ടാവണം ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ ഗ്രാനുണ്ട്. ഗ്രാനത്തിന്റെ ഉള്ളിലാണ് ഈ തൈലക്കോയിഡ്. ആ തൈലക്കോയിഡ് മെംബ്രെയിന്റെ മോളാണ് ഈ പറയുന്ന സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻ സ്ട്രക്ചർ ഉള്ളത്. ദാറ്റ് ഈസ് കോൾഡ് ഫോട്ടോസിസ്റ്റം. ഇവിടെ ക്ലോറോഫിൽ മോളിക്യൂൾ ഉണ്ട്. ഇതാണ് നമ്മുടെ ഫോട്ടോസിസ്റ്റം. ഓക്കെ, ഇതിനാണ് ഫോട്ടോസിസ്റ്റം എന്ന് പറയാം. ഇവിടെ ഇലക്ട്രോൺ ഡോണർ ഉണ്ട്, ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഉണ്ട്. Then this is called a reaction center. So this is reaction center, then electron acceptor, electron donor. Altogether we can say that photosystem. ഇതിലേക്ക് ലൈറ്റ് വരും in the form of photon which contain chlorophyll molecule. അപ്പോൾ chlorophyll molecule ആണ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. This is called chlorophyll molecule. ഇത് chlorophyll molecule ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ we can say that this chlorophyll molecule accepted light. ഇത് തൈലക്കോയിഡ് മെംബ്രെയിൻ ആണ്, മനസ്സിലാവണം. തൈലക്കോയിഡ് മെംബ്രെയിന്റെ മുകളിലുള്ള ഒരാളാണ് ഫോട്ടോസിസ്റ്റം. ഒരു ഫോട്ടോസിസ്റ്റത്തിൽ യഥാർത്ഥത്തിൽ എന്തൊക്കെയാ ഉള്ളത്? ഫോട്ടോസിസ്റ്റം ഈസ് ഹൈലി ഓർഗനൈസ്ഡ് അസംബ്ലി ഓഫ് പ്രോട്ടീൻ. ഇതിനുള്ളിൽ പ്രോട്ടീൻ ഉണ്ട്, ക്ലോറോഫിൽ ഉണ്ട്, ആക്സസറി പിഗ്മെന്റ് മോളിക്യൂൾസ് ഉണ്ട്. ആരൊക്കെയാണ്? പ്രോട്ടീൻ ഉണ്ട്, ക്ലോറോഫിൽ ഉണ്ട്, ആക്സസറി പിഗ്മെന്റ് മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, സി ദിസ് ഈസ് ആക്ച്വലി എ ഫോട്ടോസിസ്റ്റം. ഇതാണ് നമ്മുടെ തൈലക്കോയിഡ് മെംബ്രെയിൻ. തൈലക്കോയിഡ് മെംബ്രെയിന്റെ മുകളിലുള്ള ഒരു സ്ട്രക്ചറാണ്. ഇത് നമ്മൾ മുകളിലുള്ള വ്യൂ ആണ്. ആ മുകളിലത്തെ വ്യൂ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ആരൊക്കെ ഉള്ളത്? chlorophyll A ഉണ്ട്, that is green color, then chlorophyll B, then carotenoid you can see. Okay, so this is a photosystem. ചിലപ്പോൾ ചോദിക്കാം describe photosystem. Now you can see എന്താണ് ഒരു ഫോട്ടോസിസ്റ്റത്തിൽ വളരെ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ടത്? ഒന്ന്, an antenna complex, that light harvesting complex. ആന്റിന കോംപ്ലക്സ് എന്ന് പറയും, അല്ലെങ്കിൽ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നു. ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് ആക്സസറി പിഗ്മെന്റ് മോളിക്യൂൾ. ഒന്നും രണ്ടും അല്ല കേട്ടോ, 100 കണക്കിന് ആക്സസറി പിഗ്മെന്റ് മോളിക്യൂൾ ഉണ്ട്. ഓക്കെ, ദെൻ 2, രണ്ടാമത്തെ എന്താണ്? എ റിയാക്ഷൻ സെന്റർ ഉണ്ട്. അപ്പോൾ ഒരു ആന്റിന കോംപ്ലക്സ് അല്ലെങ്കിൽ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് സാധനം ഉണ്ട്. ഓക്കെ, അത് കൂടാതെ ഒരു റിയാക്ഷൻ സെന്റർ ഉണ്ട് ഓഫ് 1 or more ക്ലോറോഫിൽ മോളിക്യൂൾ. അതുകൂടാതെ ഒന്നിലധികം ക്ലോറോഫിൽ മോളിക്യൂൾ. ഇതാണ് റിയാക്ഷൻ സെന്റർ. ആന്റിന പിഗ്മെന്റ് ആണ്. 300 ക്ലോറോഫിൽ മോളിക്യൂൾ ആൻഡ് ദിയർ പിഗ്മെന്റ്സ്. അതിന്റെ കൂടെ 300ഓളം ക്ലോറോഫിൽ മോളിക്യൂൾ നമുക്ക് കാണാൻ പറ്റും. Then what are the important functions of this
complex, or we can say that photosystem. First one, light harvesting complex, which absorb light, pass its energy to a pair of specialized chlorophyll molecules within the reaction center. ഒന്ന് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? ഒന്ന് which absorb light, which passes its energy to pair of specialized chlorophyll molecule within the reaction center. Then എന്താണ് റിയാക്ഷൻ സെന്ററിന്റെ ഫംഗ്ഷൻ? Pass the energy out of photosystem. ഫോട്ടോസിസ്റ്റത്തിന്റെ പുറത്തോട്ട് എനർജിയെ പാസ് ചെയ്യുക എന്നുള്ളതാണ്. So these are the two important main functions of light harvesting complex and reaction center. This is light energy, electron acceptor, light harvesting complex, reaction center. Now നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് ഫോട്ടോസിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞു. There are two important type of photosystem. See, ഇത് ഫോട്ടോസിസ്റ്റം, രണ്ട് ഫോട്ടോസിസ്റ്റം ഉണ്ട്. ഒന്ന് PS1 then PS2. അപ്പൊ PS1ന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 700 ആണ്. PS1 700 ആണ്. PS2 682 ആണ്. മറന്നു പോകരുത്, PS1 700 നാനോമീറ്റർ വേവ് ലെങ്ത് ആണ്. PS2 680 നാനോമീറ്റർ ആണ്. ദിസ് ഇസ് കോൾഡ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ഓക്കെ, റിയാക്ഷൻ സെന്റർ ആണത്. ഇവിടെയൊക്കെ ETC നിങ്ങൾക്ക് കാണാൻ പറ്റും. ETC എന്താണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ആണ്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. വാട്ട് ഈസ് P? P മീൻസ് പിഗ്മെന്റ്. അപ്പം ഇവിടെ PS1 എന്ന് പറയുന്ന photosystem 1, that P represent pigment. The photosystem 1 was named 1 since it was discovered before photosystem 2. അല്ലെ, അത് നമുക്കറിയാം. photosystem 1 എന്ന് പറയാൻ കാരണം അത് 700 ആണ് ആദ്യം കണ്ടുപിടിച്ചു. അല്ലാതെ ആദ്യം കണ്ടുപിടിച്ചതിന് 250 നല്ല കൊടുത്തത്. ആദ്യം കണ്ടുപിടിച്ചത് ഈ വേവ് ലെങ്ത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിന് ആ പേര് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കൺഫ്യൂഷൻ ആവുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ബേസിക് ആസ്പെക്ട്സ് ഓഫ് photosystem in structure. Now നോക്കൂ നിങ്ങൾ, ദിസ് ഈസ് ദ മോസ്റ്റ് കൺഫ്യൂസിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട്. മെനി ഫോട്ടോസിസ്റ്റം ഓൺ ദ തൈലക്കോഡ് മെംബ്രെയിൻ. സോ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ ഗ്രാനാണിത്. സ്റ്റാക്ക് ഓഫ് തൈലക്കോഡ്. അവിടെ ഒരുപാട് തൈലക്കോഡ് ഉണ്ട്. അതിൽ ഒരു തൈലക്കോഡാണിത്. തൈലക്കോഡ് ഇങ്ങോട്ട് എടുത്തു വെച്ചതാണ്. ഇവിടെ നമ്മൾ കാണുന്നത് എല്ലാം ആരാണ്? ഫോട്ടോസിസ്റ്റം 1 ആണ്. സോ നിങ്ങൾ നോക്കൂ, ഈ കളറിൽ കാണുന്നതാണ് ഫോട്ടോസിസ്റ്റം 1, ഈ കളറിൽ കാണുന്നതാണ് ഫോട്ടോസിസ്റ്റം 2. ദെൻ ഈ സ്ട്രക്ചർ ആണ് ATP സിന്തേസ്. ഓക്കെ, then this structure ആണ് cytochrome complex. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. ഇത് found thylakoid membrane facing inside of grana. ഗ്രാനക്ക് ഇൻസൈഡ് ആയിട്ട് നിൽക്കുന്നതാണ്. found in thylakoid membrane facing stroma. സ്ട്രോമയായിട്ട് ഫേസ് ചെയ്യുന്നതാണ്. then cytochrome complex equally common in both type of membrane. രണ്ട് മെംബ്രെയിലും ഉണ്ട്. തൈലക്കോഡ് മെംബ്രെയിലും ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ് മെംബ്രെയിലും വളരെ സ്ട്രോങ് ആയിട്ട് കാണപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ. അപ്പൊ നമ്മൾ മനസ്സിലുണ്ടാവുന്നത് ഇത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ നമ്മൾ പോയിട്ട് അതിന്റെ ഓരോ ആസ്പെക്ട്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട തൈലക്കോഡ് മെംബ്രെയിന്റെ സ്ട്രക്ചർ ആണ്. തൈലക്കോഡ് മെംബ്രെയിനിൽ ഞാൻ ഈ പറഞ്ഞ ഫോട്ടോസിസ്റ്റോൺസ് ഉണ്ടാവും. അപ്പൊ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ ഗ്രാനം, ഗ്രാനത്തിന്റെ ഉള്ളിൽ തൈലക്കോഡ്, തൈലക്കോഡിന്റെ ഉള്ളിൽ ഫോട്ടോസിസ്റ്റം രണ്ടെണ്ണം ഉണ്ട്. ഫോട്ടോസിസ്റ്റം 1 ആൻഡ് ഫോട്ടോസിസ്റ്റം 2. ഇത് കൂടാതെയുള്ള പല കടലുള്ള ആൾക്കാരെയാണ് ഞാൻ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ATP സിന്തേസ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മെഷീൻ ആണ്. ദിസ് മെഷീൻ വിൽ പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് ATP. അതുകൊണ്ടാണ് അതിന് പേര് ATP സിന്തേസ് എന്ന് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നത്. നൗ ഇതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ലൈറ്റ് റിയാക്ഷന്റെ പാർട്ടാണ് നമ്മൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ +1 പഠിച്ചത് ഒരു പാരഗ്രാഫ് ആണെങ്കിൽ we will be having more informations with regard to this degree photosynthesis. So PS1 receive the light with all wavelength. PS2 can receive only wavelength shorter than 680. അപ്പം PS1 എന്ന് പറഞ്ഞാൽ ഏത് 700 ആണെങ്കിലും ഏത് ലെവലിലുള്ള ആൾക്കാരെ അബ്സോർബ് ചെയ്യും. ബട്ട് PS2 which absorb shorter wavelength, that is shorter than 680 nanometer. It does not receive light with lower wavelength. ഒരിക്കലും അത് lower wavelength ഉള്ള ആൾക്കാരെ അബ്സോർബ് ചെയ്യില്ല. The PS1, PS2 and PS1 are spatially separated by protein complex such as plastoquinone. PS1 ഉം PS2 ഉം തമ്മിൽ മെംബ്രെയിന്റെ ഇടയിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കാൻ കുറെ ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? പ്ലാസ്റ്റോക്വിനോൺ, സൈറ്റോക്രോം, B6F complex and plastocyanin, ferredoxin and ferredoxin NADP reductase complex, that is FNR, are associated with the PS1. ATP synthase is also found in the photosynthetic membrane of chloroplast. തൊട്ടുമുമ്പ് പറഞ്ഞ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. ഇതൊന്ന് ഓർത്ത് വെക്കണം. അത് നമ്മൾ റിയാക്ഷൻ പഠിക്കുമ്പോൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പൊ ലൈറ്റ് റിയാക്ഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് അതിൽ ഇത്രയും ആൾക്കാരുണ്ട്: പ്ലാസ്റ്റോക്വിനോൺ, സൈറ്റോക്രോം, B6F complex and plastocyanin, ferredoxin and ferredoxin NADP reductase complex, that is FNR. സോ നമ്മൾ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു ടോപ്പിക് ആണ്. വളരെ കുറച്ച് സമയം കൊണ്ടാണ് പറഞ്ഞെങ്കിൽ പോലും
This is very important as far as your examination point of view. Okay.